ഭൂമിയിൽ എന്തിനും ഒരു എക്സ്പയർ ഡേറ്റ് ഉണ്ട്. അത് നമ്മൾ കണ്ണും പൂട്ടി വിശ്വസിക്കണം. അത് വസ്തുക്കൾക്കായാലും ജീവിതത്തിനായിരുന്നാലും നമ്മുടെയൊക്കെ സങ്കടങ്ങൾക്കായിരുന്നാലും. അതാണ് ഗോസ്പലിൽ നമ്മൾ കാണുന്നത്. ഇന്ന് യേശു തൻ്റെ മുമ്പിലുള്ള ശിഷ്യന്മാരോട് പറയുന്നൊരു വാക്കുണ്ട്. നിങ്ങളിപ്പോൾ കരയുകയാണോ? നിങ്ങളുടെ ഉള്ളിൽ വേദനിക്കുന്നുണ്ടോ? നിങ്ങൾ വല്ലാണ്ട് ദുഃഖത്തിലാണോ? ഡോണ്ട് വറി, ഇതൊക്കെ സന്തോഷമായിട്ട് മാറും. ഇതിനൊരു ചേഞ്ച് ഉണ്ടാവും, ഒരു എക്സ്പയർ ഡേറ്റ് ഉണ്ടാവും. ദിനേശ് പറയുന്ന ഒരു ഉദാഹരണം, നിങ്ങളൊരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് ഒരു അമ്മ കടന്നു പോകുന്ന ഈറ്റുനോവ്, അത് വല്ലാത്ത വേദനയാണ്. പക്ഷെ ആ കുഞ്ഞ് ജനിക്കുമ്പോൾ ഈ സങ്കടമൊക്കെ സന്തോഷമായിട്ട് മാറും. എങ്ങനെയാണ് ഇത് സന്തോഷമായി മാറുന്നത്? അതിനൊരു പോയിൻ്റ് വേണമല്ലോ. എക്സ്പയർ ഡേറ്റിന് ഒരു ഡേറ്റ് ഉണ്ടെന്ന് പറയുന്ന പോലെ ഒരു സമയമുണ്ടല്ലോ. ഏതാണ് ആ സമയം? ആ സമയം യേശു ക്ലിയറായിട്ട് പറയും. അതെന്താണെന്നറിയോ? ഞാൻ വന്ന് നിങ്ങളെ കാണും, ആ സമയം നിങ്ങൾ സന്തോഷം ഉണ്ടാകും. ഞാൻ വന്ന് നിങ്ങളെ കാണും. അതൊരു സെക്കൻഡ് കമ്മിങ് ആണ്. അതൊരു എൻകൗണ്ടറാണ്. നമ്മളും ദൈവവും തമ്മിൽ മുഖാമുഖം കാണുന്ന ഒരു എൻകൗണ്ടർ. അന്ന് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. അന്ന് സങ്കടങ്ങൾക്കൊക്കെ ഒരു ഉത്തരം ഉണ്ടാകും. നമ്മൾ സാധാരണഗതിയിൽ പല പ്രാവശ്യം പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, നൊവേന ചൊല്ലുന്നുണ്ട്, കുടുംബ പ്രാർത്ഥന നടത്തുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഇതൊന്നും ചെയ്യാതെയൊന്നും ഇരിക്കുന്നില്ല. ചോദ്യം ഇതാണ്, ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കിടയിൽ നിങ്ങൾ എന്തെങ്കിലും ക്രിസ്തുവിനെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ പ്രാർത്ഥന എന്ന പേരിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കിടയിൽ നിങ്ങൾ ആ ക്രിസ്തുവിനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ഒരു റൊട്ടീനായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിലൊക്കെ ക്രിസ്തുവിനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് പലരുടെയും സത്യം. ഇതൊക്കെ കുഞ്ഞുനാളിൽ പറഞ്ഞ വിശ്വാസത്തിൻ്റെ പേരിൽ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ യേശു എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ഒത്തിരി ഡൗൺ ആകുമ്പോൾ, നിങ്ങളുടെ ലൈഫിൽ ഒരു ക്രൈസിസ് വരുമ്പോൾ, ഇനി മുന്നോട്ട് പോകുന്നില്ല എന്നൊരു തോന്നലൊക്കെ വരുമ്പോൾ, അന്ന് നമ്മളൊരു പള്ളിയിൽ പോവും, അന്ന് നമ്മൾ മുട്ടുകുത്തും, അന്ന് നമ്മൾ കൈകൂപ്പും. അത് ഇത്രയും നാളും പള്ളിയിൽ പോകാത്ത ഒരു പോക്ക് പോലെയും, ഇത്രയും നാളും കുത്താത്തൊരു മുട്ടുകുത്തൽ പോലെയും, ഇത്രയും നാളും കൂപ്പാത്തൊരു കരംകൂപ്പൽ പോലെ ആയിരിക്കും. അതിനൊരു യുണീക്നെസ് ഉണ്ട്. ആ യുണീക്നെസ്സിൽ നിങ്ങളുടെ കണ്ണുനീരിൻ്റെ ഇടയിൽ നിന്ന് ആ കണ്ണുനീർ തുടച്ച് മാറ്റി നിങ്ങൾ കാണുന്ന ക്രിസ്തുവിനെയാണ്. ആ കാഴ്ചയിൽ പിന്നീട് നമ്മുടെ ജീവിതം മാറും. നമുക്കത് മനസ്സിലാകുന്നത് ഈ ചുറ്റുമുള്ള മനുഷ്യരിൽ നമ്മൾ ഒത്തിരി ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിലല്ല കാര്യമെന്നും അതിനപ്പുറത്തേക്ക് ഒരു ദൈവത്തിൽ മാത്രമാണ് കാര്യം തിരിച്ചറിയുന്നിടത്ത് ഇതൊക്കെ സാധ്യമാണ്. നമ്മുടെ ദൈവത്തെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ആ കാണാതിരിക്കുന്നിടത്തോളം ഈ കണ്ണീരൊന്നും സന്തോഷമാകില്ല. കാണാൻ നമ്മുടെ കണ്ണുകൾ കഴിഞ്ഞാൽ എല്ലാം സന്തോഷമാവും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.